നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. വനപുഷ്പങ്ങളിൽ ശർക്കരപ്പാവും എന്ന കഥയുടെ മൂന്നാം ഭാഗമാണിത്. മൂന്നാം ഭാഗത്തിൽ യുവാവ് ഇങ്ങനെ ഒരു കൊട്ട നിറയെ പൂക്കൾ ആണ് കിട്ടിയത്. വനപുഷ്പം ശേഖരിച്ച് വരുന്നവരെ ശർക്കരപ്പാവും വെള്ളവും വാങ്ങിച്ച് സ്വീകരിക്കും. പകരം കുറച്ച് പൂക്കൾ കൊടുക്കും. അങ്ങനെ ഒരു കൊട്ടപ്പൂവ്, ആ ഒരു കൊട്ടപ്പൂവും കൊണ്ട് വീണ്ടും ചന്തയിലേക്ക് പോയി ആ പൂക്കൾ അങ്ങോട്ട് വിറ്റു. പൂക്കൾ വിറ്റപ്പോൾ യുവാവിന് 8 പണം കിട്ടി. 8 പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് മുഴുവൻ വെള്ളവും ശർക്കരപ്പാവും വാങ്ങിച്ചു. പിറ്റേ ദിവസം ചെന്ന് ധാരാളം പൂക്കൾ ശേഖരിക്കുന്നവർ വന്നു. ആ വെള്ളവും ശർക്കരപ്പാവും കഴിയണ വരെ അവർക്കൊക്കെ കൊടുത്തു. അവരെ ഇങ്ങോട്ട് പൂക്കൾക്ക് പകരം അപ്പം കൊടുത്തത് എന്താണെന്നറിയാമോ? പൂച്ചെടികൾ തന്നെ അങ്ങോട്ട് കൊടുത്തു. പൂച്ചെടികൾ കിട്ടിയപ്പോൾ തൻ്റെ കയ്യിൽ 8 പണത്തിലാണ് ശർക്കരപ്പാവും വെള്ളവും കിട്ടിയത്. ഈ പൂച്ചെടികൾ കിട്ടിയപ്പോൾ അതും കൊണ്ട് അദ്ദേഹം ചന്തയിട്ടു. ആ പൂച്ചെടികളെല്ലാം അങ്ങ് വിറ്റപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 16 പണം കിട്ടി. ആ 16 പണം കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക. ആ സമയത്താണ് വല്ലാണ്ടൊരു കാറ്റും മഴയും ഒക്കെ വന്നു. ആ സമയത്ത് രാജാവിൻ്റെ ആരാമത്തിൽ നിൽക്കുന്നുണ്ട് കുറേ മരങ്ങൾ. അടുത്തുള്ള പ്രദേശത്തുള്ള കാറ്റിൽ പറന്നു വന്ന ഒരുപാട് കരിയിലകളും ഉണങ്ങിയ മരക്കൊമ്പുകളും ഒക്കെ ഈ തോട്ടത്തിൽ, അവിടെയുള്ള ചില മരങ്ങളുടെ കൊമ്പുകളും ഒക്കെ അടർന്നു വീഴും. അങ്ങനെ വീണ് വരച്ചുകൊണ്ട് അപ്പോൾ ഉദ്യാനപാലകൻ എന്ത് വിചാരിച്ചു? അയ്യോ, രാജാവ് ഇടയ്ക്കിടയ്ക്ക് ആരാമത്തിൽ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കണതാണ്. ഇപ്പം എങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്ഥിതി വളരെ പരിമിതിയില്ല. ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കല്ലേ, കൊമ്പുകൾ ഒടിഞ്ഞ് വീണ് കിടക്കുന്നു, ചെടികളൊക്കെ ഇതൊക്കെ ഒന്ന് തൂത്തുവാരി മരക്കൊമ്പൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ എന്താ വഴി, ആരെ സഹായത്തിന് വിളിക്കണേ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് അതുവഴി ഉദ്യാനപാലകൻ ഇങ്ങനെ ആളെ നോക്കി, കഷ്ടം, ആരും ഈ വഴി വരണില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യുവാവ് അതിലേ വന്നു. എന്താ പക്ഷേ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ എന്ന് ചോദിച്ചു. അയ്യോ, ഒന്നും പറയണ്ട, ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. കണ്ട ഉദ്യാനം കിടക്കണത് മരക്കൊമ്പുകളും കരിയിലകളും ഒക്കെ ആയിട്ട്. ഇത് വൃത്തിയാക്കാൻ ആരും സഹായത്തിന് കിട്ടാനില്ല. അതുകൊണ്ടാണ് രാജാവാണെങ്കിൽ എപ്പോഴാണ് പൂന്തോട്ടത്തിലേക്ക് വരണേന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വൃത്തിയാക്കി തരാം, ഒരു കാര്യം ചെയ്യാമോ? എടുത്തു മാറ്റാവുന്ന നല്ല മരക്കൊമ്പുകളൊക്കെ ഞാൻ എടുത്തോട്ടെ, അതൊക്കെ എനിക്ക് തരാമോ? എന്നാൽ ഞാൻ വൃത്തിയാക്കി തരാമോ? അതിനെന്താ, തരാലോ എന്ന്. അങ്ങനെ ആ യുവാവ് മീനിട്ട് വെച്ച പെട്ടെന്ന് അങ്ങോട്ട് കയറി മരക്കൊമ്പുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു, അടിച്ച് തൂത്ത് വൃത്തിയാക്കി. കരാറ് പ്രകാരമാണ് ആരാമം വൃത്തിയാക്കാമെന്നാണ് പറഞ്ഞത്. അതും വൃത്തിയാക്കി. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കുട്ടികൾ കളിക്കാൻ വരുന്ന ഒരു കളിസ്ഥലമുണ്ട്. അതും ഇതുപോലെ പാഴ്ക്കൊമ്പുകളും മരങ്ങളും ഒക്കെ വന്ന് കിടക്കുക. അവിടവും കൂടെ വൃത്തിയാക്കി കൊടുത്തു. ഉദ്യാനപാലകന് വലിയ സന്തോഷമായി. നീ മിടുക്കനാടാന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു പാത്രം ജലവും കുറച്ച് ശർക്കരപ്പാവും കൂടി ഉദ്യാനപാലകന് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ യുവാവ് ചോദിച്ചു, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ മരക്കൊമ്പുകളൊക്കെ എനിക്ക് തന്നത് ഞാൻ ഈ ആരാമത്തിൻ്റെ മുൻവശത്തെ വഴിയിൽ കൂട്ടിയിട്ട് വച്ചേക്കട്ടെ, അങ്ങനെ അട്ടി വെക്കട്ടെ, അതിനൊരു അനുവാദം തരാമോ? അതിനെന്താ, നീ ആ നേരത്തിൽ കൂട്ടി വെച്ചോ, എനിക്കെന്താ കുഴപ്പം എന്ന് പറഞ്ഞ് സമ്മതിച്ചു. യുവാവ് ഇതൊക്കെ എല്ലാം വെട്ടി വിറകിൻ്റെ രൂപത്തിലാക്കിയിട്ട് വഴിയോരത്ത് അങ്ങോട്ട് വെച്ചു. വിറക് വിൽക്കാൻ വെച്ചേക്കണതാണ്. അതിനെ കണ്ടപ്പോൾ ആൾക്കാർ ആവശ്യമുള്ളവർ. അപ്പോഴാണ് രാജകൊട്ടാരത്തിലെ പാചകശാലയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ, ജോലിക്കാരൻ അതുവഴി വന്നിട്ടുണ്ട്. എന്താ ഇതിവിടെ വെച്ചേക്കണേ? ഇത് വിൽക്കാൻ വെച്ചേക്കണ പറയാമോ? അതേലോ എന്ന് പറഞ്ഞു. പൈസ തരുവാണെന്നുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് എന്തിനു പറയുന്നു, 24 പണം കൊടുത്തിട്ട് ആ വിറകൊക്കെ അങ്ങോട്ട് വിറ്റു. അങ്ങനെ ഇപ്പം യുവാവിൻ്റെ കയ്യിൽ സാമാന്യം നല്ല കാശായി. കൂടുതൽ ശർക്കരപ്പാവും വെള്ളവും മേടിച്ചു ചട്ടിയിൽ പോയി. എന്നിട്ട് നഗരത്തിൻ്റെ കവാടത്തിൽ തന്നെ ഇടും. അപ്പോഴും പുല്ലുവെട്ടുകാരാണ് അത് ഒഴിവായി. തങ്ങളുടെ കന്നുകാലികൾക്കൊക്കെ കൊടുക്കാനായിട്ട്, കുതിരകൾക്ക് കൊടുക്കാനായിട്ട് പുല്ല് വെട്ടിക്കൊണ്ട് അതിലെ വരും. അവർ ക്ഷീണിച്ച് ആടി തൂങ്ങി പുല്ല് ചുമന്ന് കെട്ടി, പുൽക്കെട്ട് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് കഴുതേക്കൊണ്ടിരിപ്പിച്ചൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ യുവാവ് കുടിക്കാനുള്ള വെള്ളവും കൊടുക്കും, ശർക്കരപ്പാവും കൊടുക്കും. സന്തോഷമായില്ലേ? അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ വേണ്ടേ മോനെ, ഇതിന് പകരമായിട്ട് ഞങ്ങൾ തരണ്ട? അയ്യോ അമ്മാവ, ഇപ്പോൾ ഒന്നും തരണ്ട, നന്ദി ഉണ്ടായാൽ മതി. ഞാൻ എപ്പോഴെങ്കിലും നീ ഒരു സഹായം ചോദിക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി. അതിന് നീ എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചോ, അപ്പം തരാം, ഞങ്ങൾ എന്താ വേണ്ടതെന്ന് തരാം
എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഒരു 500 പുല്ലുവെട്ടുകാർക്ക് ഈ ശർക്കര പാവും വെള്ളവും കൊടുത്തു പോയി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിങ്ങനെ ഒരു ദിവസമല്ല കേട്ടോ ഈ 500 പുല്ലുവെട്ടുകാർ വന്നേക്കണത്. പല ദിവസങ്ങളായിട്ട് കയ്യിലുള്ള പൈസ കൊണ്ട് ശർക്കര പാവ് മേടിക്കും, വെള്ളം മേടിക്കും. വരുന്ന പുൽവെട്ടുകാർക്കൊക്കെ ദാഹം തീർക്കാനും വിശപ്പ് മാറാനും ഭക്ഷണമായിട്ട് കൊടുക്കും. അവർ എല്ലാവരോടും പറഞ്ഞേക്കണം, ഞാൻ ആവശ്യപ്പെടാൻ പ്രതിഫലം ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് വിട്ടു. അങ്ങനെ ഇരിക്കുക നാട്ടിലൊരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയാമോ? ഒരു കുതിരക്കാരൻ, അയാൾ കുതിരയെ വിൽക്കാൻ വരികയാണ് ഇവിടേക്ക്. അവരുടെ കയ്യിൽ 500 കുതിരകളെയും കൊണ്ട്, നല്ല മുന്തിയ ഇനം കുതിരകളെയും കൊണ്ട് നഗരത്തിലേക്ക്, ഈ രാജ്യത്തേക്ക് വരികയാണ്. നഗര കവാടത്തിലെത്തി. കുതിരകൾക്കൊക്കെ നടന്ന് ക്ഷീണമായി. കുടിക്കാൻ വെള്ളം വേണം, തിന്നാനാണെങ്കിൽ നല്ല പുല്ലും വേണം. അവിടെയൊക്കെ അന്വേഷിച്ചു. അങ്ങനെ വരുന്നുണ്ട് എന്ന് കേട്ടു. കരകവാടത്തിലെത്തിയിരിക്കുകയെന്ന് പറഞ്ഞു. ഉടൻ തന്നെ നമ്മുടെ യുവാവ് എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ നിന്നും ശർക്കര പാവും വെള്ളവും മേടിച്ചിട്ടുള്ള എല്ലാ പുല്ലുവെട്ടുകാരുടെ അടുത്തേക്ക് ഒരു കുതിരപ്പുറത്തങ്ങോട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് പുല്ല് തരണം കേട്ടോ, എനിക്ക് 500 കെട്ട് പുല്ല് വേണം, എനിക്ക് ഒരു 10 കെട്ട് പുല്ല് തരണം കേട്ടോ, 10 കെട്ട് പുല്ല്. അപ്പം തങ്ങൾക്ക് വെള്ളവും ശർക്കര പാവും തന്നല്ലേ, അപ്പം കൊടുക്കും 10 കെട്ട് പുല്ല്. അങ്ങനെ ഈ യുവാവിന് 500 കെട്ട് കിട്ടി. നല്ല പാടാത്ത പുത്തനായിട്ടുള്ള പുല്ല്. ആ പുല്ലൊക്കെ മേടിച്ച് കഴിയുമ്പോൾ എല്ലാവരോടും പറയും, എനിക്ക് ഈ ചെയ്ത ഉപകാരത്തിന് ഒരു സഹായം കൂടെ ചെയ്യണം. എന്താ? 500 കുതിരകൾ ഇതാ നമ്മുടെ നഗര കവാടത്തിൽ വന്നിരിക്കുകയാണ്. അവർക്ക് വെള്ളം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഈ പുല്ലും എൻ്റെ പുല്ല് വിറ്റ് കഴിയണ വരെ നിങ്ങൾ ആരും പുല്ല് വിൽക്കരുത്. സമ്മതമാണോ? അതിനെന്താ വിരോധം? നിൻ്റെ പുല്ലിപ്പോൾ അത്രയല്ലേ ഉള്ളൂ, 500 കെട്ട് പുല്ലുണ്ട്, അതങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വിൽക്കാമല്ലോ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു നോക്കി. ഇതിപ്പോൾ പ്രത്യേകമായിട്ട് വിരുന്നായിട്ട് വന്നേക്കണതല്ലേ ഇത്, കുറച്ച് കുതിരകൾ. അങ്ങനെ 500 കെട്ട് പുല്ലും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും എന്താ വരണ കുതിരക്കാരൻ, പ്രത്യേക തരം സമർത്ഥരായ കുതിരകളെ കൊണ്ടൊരു കച്ചവടക്കാരൻ വരിക. കുതിര കച്ചവടക്കാരൻ ഇവിടെ വന്ന് നഗരത്തിലൊക്കെ നോക്കിയപ്പോൾ ഒരു ദിക്കിലൊരു കെട്ട് പുല്ല് കിട്ടാനില്ല, ഒരു പുല്ലേ കാണാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ യുവാവിൻ്റെ അടുത്ത് പുല്ലുണ്ടെന്ന് കേട്ടു. വേഗം അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ പുല്ല് ഇവിടെ വിൽക്കുന്നുണ്ടെന്ന് കേട്ടില്ല. പുല്ല് വിൽക്കുന്നുണ്ട്, എത്ര വേണ്ടേ പുല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ പുല്ല് തരാം, പക്ഷേ ഒരു കാര്യം, ഒരു കെട്ട് പുല്ലിന് എനിക്ക് 2 പണം തരണം, തയ്യാറാണോ എന്ന്. ഞങ്ങളുടെ കുതിരകൾക്ക് തിന്നാൻ കൊടുക്കണം, നല്ല പുല്ലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പണമല്ല 10 പണം തന്നെ തരും, പക്ഷേ വാടാത്ത നല്ല ഇളമ്പുല്ലായിരിക്കും, എൻ്റെ പുല്ല് നല്ല അസൽ പുല്ലാണ് എന്ന്. അങ്ങനെ ഈ 500 കെട്ട് പുല്ലും ഈ യുവാവ് അങ്ങോട്ട് വിറ്റു. 1000 പണം കയ്യിലായി. 1000 പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ വഴിക്ക് അങ്ങനെ കടപ്പുറത്തേക്ക് പോയി. കയ്യിലുണ്ട്. ഒരു ദിവസം കടപ്പുറത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിയ കച്ചവടക്കാരൻ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ട് പുറംകടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരും ആ സാധനം, അയാളുടെ കപ്പലിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാനുള്ളതാണ്. വേഗം തന്നെ യുവാവ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു കൂടാരം കിട്ടി. തനിക്ക് രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് താൻ വലിയ പണക്കാരൻ്റെ വേഷത്തിൽ ആ കൂടാരത്തിൽ അങ്ങനെ ഇരുന്നു. എന്നിട്ട് പുറംകടലിൽ കപ്പലെത്തിയപ്പോൾ വേഗം ചെന്ന് കഴിഞ്ഞിട്ട് കച്ചവടക്കാരനുമായിട്ട് സംസാരിച്ച് ഇതിൽ പറയണം, കപ്പലിലുള്ള മൊത്തം സാധനങ്ങൾ എനിക്ക് തരണം, ഞാൻ അതിന് പണം എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞു. 3000 പണം തരണം, എനിക്ക് തരണം. 1000 പിടിച്ചോളൂ, 2000 ഞാൻ പുറകെ തരാം, 2 ദിവസം കഴിക്കാം. സമ്മതമാണോ? സമ്മതം. അപ്പോൾ കച്ചവടക്കാരൻ വിചാരിച്ചു, എനിക്കിനിയിപ്പോൾ ഇത് ആർക്കും വിൽക്കാനായിട്ട് കൊണ്ടുനടക്കൊന്നും വേണ്ട, ഞാൻ ഈ കപ്പലിൽ മൊത്തം എനിക്ക് ഇയാൾ 3000, ഇയാളെന്ന് വിശ്വസിക്കാം, 2 ദിവസം കഴിയുമ്പോൾ തരൂല 2000. 1000 ഇപ്പോൾ കിട്ടുകയും ചെയ്തു. പുല്ല് വിറ്റ് കിട്ടിയ 1000 പണം അതങ്ങോട്ട് കൊടുത്തു. മൊത്തം സാധനങ്ങളൊക്കെ വന്നു, കപ്പലിൽ വന്നു കഴിഞ്ഞ് വേറെ ആൾക്കാരുടെ സഹായത്തോടെയൊക്കെ ഇറക്കി ആവശ്യക്കാർക്ക് നേരിട്ടങ്ങോട്ട് കച്ചവടം നടത്തി നമ്മുടെ യുവാവ്. എന്തിനു പറയണം, നല്ല ലാഭം കിട്ടി അതിൽ നിന്ന്. 3000 പണം കച്ചവടക്കാരനങ്ങോട്ട് കൊടുത്തെങ്കിലും ഈ 10000 പണം ഈ യുവാവിൻ്റെ കയ്യിലായി. 10000 പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ യുവാവ് വേഗം തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക്, ബോധിസത്വൻ്റെ അടുത്തേക്ക് ചെന്നു. ആ പണക്കിഴി അങ്ങനെ തന്നെ ബോധിസത്വൻ്റെ കയ്യിലാണ് കൊടുത്തു.
പറഞ്ഞു, അങ്ങയുടെ ഉപദേശം കേട്ട് ജീവിച്ച ആളാണ് ഞാൻ ഇന്നിപ്പോൾ ഇത്രയും പണം ഉണ്ടാക്കി. എങ്ങനെയാണ് നീ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഗുരു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞില്ലേ ഒരിക്കൽ ഒരു ചത്ത എലിയിൽ നിന്നാണ് എൻ്റെ തുടക്കം. ഞാൻ ആ എലിയും കൊണ്ട് സത്രത്തിൽ ചെന്നു, അവിടെ ചത്ത എലിയെ വിറ്റു. ആ കാശ് കൊണ്ട് ഞാൻ ശർക്കരപ്പാവും ജലവും വാങ്ങിച്ചു, വനപുഷ്പം വിൽക്കണവർക്ക് കൊടുത്തു. പിന്നെ കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുല്ലുവെട്ടുകാർക്ക് കൊടുത്തു. പിന്നെ കുതിര കച്ചവടക്കാരൻ വന്നപ്പോൾ അവർക്ക് പുല്ല് കൊടുത്ത് പണം വാങ്ങി. പിന്നെ കടലിൽ നിന്ന് കച്ചവടക്കാരൻ വന്നപ്പോൾ മൊത്തം കപ്പലിലെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ കച്ചവടം നടത്തി എനിക്ക് കിട്ടിയ പണമാണ് ഇത്. അങ്ങയുടെ ഉപദേശം അനുസരിച്ച് 4 മാസം കൊണ്ട്, 1-2 ദിവസം കൊണ്ടല്ല, 4 മാസം കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. ഞാനിത് അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് അവിടെ നമസ്കരിച്ചു. ബോധിസത്വന് മനസ്സിലായി ഇവനൊരു സാധാരണക്കാരനല്ല, ഇവൻ ബുദ്ധിമാനാണ്, ഇവൻ കൈവയ്ക്കുന്നതെല്ലാം പൊന്നാകുന്നവരാണ്. ഉടൻ തന്നെ എന്ന് വെച്ചാൽ ഇവനെ അങ്ങനെ പുറത്തേക്ക് വിട്ടുകൂടാ. പുറത്തേക്ക് വിട്ടാൽ ഇവനെ വിലക്കെടുക്കാൻ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഈ നാടിനും ഇവിടെ ഉള്ളവർക്കും സമർത്ഥരായിട്ടുള്ളവർ രാജ്യം വിട്ടുപോകരുത് എന്നുള്ള ധാർമ്മിക ബോധം ബോധിസത്വന് അന്നുണ്ടായിരുന്നു. ഇവനെ ഇവിടെ പിടിച്ചു കെട്ടാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോൾ ബോധിസത്വം പിന്നെ ഒന്നും ആലോചിച്ചില്ല. തൻ്റെ മകളെ ആ യുവാവിന്, സുന്ദരിയായ തൻ്റെ മകളെ ആ യുവാവിന് വിവാഹം ചെയ്തു കൊടുത്തു. യുവാവ് ഭാര്യയുമായി കുടുംബമൊക്കെയായി നാട്ടിൽ തന്നെ ജീവിച്ചു. അയാളുടെ ബുദ്ധിശക്തി കൊണ്ട് പിന്നീട് ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്തു. നാടിന് നന്മകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വനപുഷ്പങ്ങളും ശർക്കരപ്പാവും എന്ന കഥ അവസാനിക്കുന്നത്. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താ? വളരെ ബുദ്ധിപൂർവം ചിന്തിച്ചാൽ വളരെ നിസ്സാരത്തിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബോധിസത്വം ചിന്തിച്ചത് എന്താ? നല്ല ബുദ്ധിശക്തിയുള്ള നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കണം. പുറത്തുപോയി പുറം രാജ്യത്തല്ല അവരുടെ സേവനം വേണ്ടത്, ഈ രാജ്യത്താണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടതൊക്കെ ഇവിടെ കൊടുക്കും. സുന്ദരിയായ ഭാര്യയുമൊത്ത് നമ്മുടെ യുവാവ് ബോധിസത്വൻ്റെ അനുഗ്രഹാശിസുകളോടെ ജീവിക്കുകയും ചെയ്തു. ഇതാണ് വനപുഷ്പങ്ങളും ശർക്കരപ്പാവും എന്ന കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ കഥകളൊന്ന് കേൾക്കണം, നിങ്ങൾ കുട്ടികൾക്ക് പറയും.